ഹലോ ഗൈസ്, കുറേ പേരുടെ റിക്വസ്റ്റും സജഷൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് റെസിൻ വെച്ചിട്ട് റെസിൻ ആർട്ട് അല്ലെങ്കിൽ റെസിൻ വർക്ക്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിനാവശ്യമുള്ളതെന്നാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് എടുത്തേക്കുന്നത് UV റെസിൻ ഹാർഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 25 ഗ്രാമിൻ്റെ റെസിൻ ഹാർഡാണ്. റേറ്റ് ആണെങ്കിൽ 195 റുപ്പീസേ ഉള്ളൂ. മീഷോയിലാണ് മേടിച്ചത്. ഇനിയിപ്പോൾ ഒരു 100 ഗ്രാം ആണെങ്കിൽ 200 എബോ റേറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് UV ടേപ്പ് ആണ്. അപ്പോൾ UV ടേപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സെലോ ടേപ്പ് പോലെ തന്നെയാണ്. വൺ സൈഡ് സ്റ്റിക്കി ആയിരിക്കും, മറ്റേ സൈഡ് നോൺ സ്റ്റിക്കി പാർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഇതിനും തരുന്നത്. ഇതിന് മീഷോയിലാണെങ്കിൽ റേറ്റ് ഭയങ്കര കുറവാണ്. മീഷോ ആണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിക്ക് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. സെയിം എഫക്റ്റും ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് എടുത്തേക്കുന്നത് പെൻഡൻസ് ആണ് അല്ലെങ്കിൽ ലോക്കറ്റ്സ് ആണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതിനുള്ള സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പോവുക. കാരണം നമ്മൾ UV റെസിൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. UV റെസിൻ ഭയങ്കര ടോക്സിക്കാന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ UV റെസിൻ വെച്ചിട്ടുള്ള കളികളാണ്. എന്തെങ്കിലും ശ്രദ്ധിക്കാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. ഇപ്പോൾ കാണിക്കുന്ന പെൻഡന്റ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്മോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വർക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചതാണ്. എന്തായാലും അതിൻ്റെ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിലും അതിൽ നിന്ന് ഞാൻ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ചെയ്തതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 പെൻഡൻറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലായിരിക്കും നമ്മളിന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് UV ലാമ്പിനെ പറ്റിയിട്ട്. അപ്പോൾ UV ലാമ്പാണെങ്കിൽ 2 രീതിയിലുണ്ട്. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അതിൽ ഞാൻ 300 സംതിങ് റേറ്റിൻ്റെ ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണെങ്കിൽ ഓൺ ഓഫ് ബട്ടൺ സ്വിച്ച് ഉണ്ട്. പിന്നെ കുറച്ച് സെക്കൻഡ്സിൻ്റെ ഒക്കെ ബട്ടനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് 60 സെക്കൻഡ്സ് ആണ്. ചിലതൊക്കെ ഞാൻ 5 മിനിറ്റ്സും വെക്കാറുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി വരുമ്പോൾ. നെക്സ്റ്റ് എടുത്തേക്കാണ് ടൂൾ എന്ന് പറയുന്നത് ട്യൂസേഴ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പ്ലക്കർ ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ചിലതൊക്കെ 100 എബോ ഉണ്ട്. ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇത് ആക്ച്വലി നമ്മൾ ഡ്രൈ ചെയ്തിട്ടുള്ള പ്രസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ 2 ബോക്സസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മീഷോന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫെജി എന്നുള്ളൊരു ഷോപ്പിൽ തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചതാണ്. ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ബോക്സിൻ്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ഫെജി എന്നുള്ള ഷോപ്പിൽ പോയപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ മേടിച്ചത്. ഫെജിയിൽ പോയിട്ടുള്ള ഷോപ്പിംഗ് വ്ളോഗിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കയറി കണ്ടു നോക്കുക. കാരണം ആ ഒരു ഷോപ്പിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസും ക്രാഫ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. ഇനി റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ബിലോ 200 ആണ് റേറ്റ് വരുന്നത് ഒരു ബോക്സിന് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ വേണം. അതിലൊന്നാണ് ഐസ്ക്രീം സ്റ്റിക്സ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം പെൻഡൻസിലൊക്കെ UV റെസിന് എല്ലാ ഒരു എഡ്ജസിലേക്കും കോർണറിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ മേടിച്ചിട്ടുള്ളൊരു കിറ്റായിരുന്നു ഈ ഒരു റെസിൻ ആർട്ടിൻ്റെ കിറ്റ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിൻ ആർട്ടിൻ്റെ കിറ്റ് മേടിച്ചതെങ്കിലും എനിക്കിതുവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് UV റെസിനൊന്നല്ല, സാധാരണ നമ്മുടെ എപ്പോക്സി റെസിനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നൊക്കെ പറഞ്ഞാൽ ഒരു റെസിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ഹാർഡ്നറിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട്, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പേപ്പർ കപ്സും കുറേ വരുന്നുണ്ട്, പിന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്സും കുറച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കീ ചെയിൻസ് ആണ് ഉണ്ടാക്കണതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കീ ചെയിൻസിൻ്റെ റിങ്സ് ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മസ്വെയർ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഗ്ലൗസ്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് ഗ്ലൗസും കുറച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോണത് എൻ്റെ കയ്യിലുള്ള സിലിക്കൺ മോൾഡാണ്. അതിൽ ഈ 2 സിലിക്കൺ മോൾഡ് നമുക്ക് ആ ഒരു റെസിൻ ആർട്ടിൻ്റെ കിറ്റിൽ കൂടെ കിട്ടിയതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു സിലിക്കൺ മോൾഡാണ്. പിന്നെ വേറൊരു സിലിക്കൺ മോൾഡ് നമുക്ക് കീ ചെയിൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിലിക്കൺ മോൾഡാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ 2 മോൾഡുകളാണ് ആ ഒരു റെസിൻ ആർട്ടിൻ്റെ കിറ്റിൽ വരുന്നത് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള ബാക്കി സിലിക്കൺ മോൾഡ് ഞാൻ കാണിച്ചു തരാം. അതിലൊന്നാണ് ഈ ഒരു ഫ്ലവർ ഷേപ്പിലൊക്കെ വരുന്ന സിലിക്കൺ മോൾഡ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലേ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മോൾഡ് മേടിച്ചത്. പിന്നെ ഞാൻ റെസിൻ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റീസെൻ്റ്ലി മേടിച്ചിട്ടുള്ളൊരു സിലിക്കൺ മോൾഡാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഞാൻ ഇത് തുറന്നിട്ടും കൂടി ഉണ്ടായില്ല. ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ കീ ചെയിൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള സിലിക്കൺ മോൾഡാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UV റെസിൻ മാത്രമായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിലുള്ള വേറൊരു സിലിക്കൺ മോൾഡാണ് ഈ ഒരു പിങ്ക് കളറിൽ. ഇത് ആക്ച്വലി ഞാൻ ക്ലേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മോൾഡും മേടിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലേക്ക് വേണ്ടി മാത്രമല്ലാതെ റെസിനും ഇതിൽ യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇന്ന് ഇത് എടുത്തത്.
അപ്പോൾ ഇത്രയും സിൽക്കൺ മോൾഡാണ് എൻ്റെ ഉള്ളത് കേട്ടോ. ഇനി ഞാൻ കാണിച്ചുള്ള ആ റെസിൻ ആർട്ടിൻ്റെ കിറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ചെറിയ ചെറിയ ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല കളേഴ്സിൽ. പിന്നെ ഇതുപോലത്തെ ഗോൾഡ് ആൻഡ് സിൽവർ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് 3 മൈക്കപ്പ് പൗഡേഴ്സും കൂടി നമുക്ക് റെസിനിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ബോക്സിലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗോൾഡും പിന്നെ ഒന്ന് സിൽവറും പിന്നെ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള റെസിൻ ആർട്ടിൻ്റെ കിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് റെസിൻ ആർട്ടിൻ്റെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഐറ്റംസ്. അതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തത് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. എങ്കിലും ഒരു സ്മോൾ ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം എടുത്തേക്കുന്നത് UV ടേപ്പ് ആണ്. അത് രണ്ടും നമുക്ക് ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് വേണ്ട എന്നാണെങ്കിൽ സെലോ ടേപ്പ് സൈഡിൽ വെച്ച് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള പെൻഡൻസ് ഒക്കെ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെറുതെ വെച്ചാൽ പോരാ, നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. കാരണം UV റേസിനൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഉറച്ചിട്ടില്ലെങ്കിൽ അതിലേക്കൊക്കെ ലീക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഫുൾ ടൈറ്റിലായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാസ്കും പിന്നെ ഗ്ലൗസും എന്തായാലും ഇടണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഗ്ലൗസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു UV ടേപ്പിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ആ പെൻഡൻറ്റ് വെക്കാൻ വേണ്ടി മാത്രം ഞാനതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ UV റേസിനൊക്കെ എടുക്കുന്ന ടൈമിൽ എന്തായാലും നമ്മൾ ഗ്ലൗസ് ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണോ ഇത് ചെയ്യണമെന്നൊക്കെ ശ്രദ്ധിക്കുക. വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. കാരണം UV റേസും കുറച്ചും അധികം ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഇൻഹെയിലൊക്കെ ചെയ്താൽ പിന്നീടായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ആ ഒരു പെൻഡൻറ്റ് വെച്ചതിന് ശേഷം നമ്മൾ UV റേസും ചെറിയ ഡ്രോപ്സ് ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൈ കൊണ്ടൊന്ന് ഡയറക്റ്റ് തൊടാതെ തന്നെ ഇതുപോലത്തെ ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു പെൻഡൻറ്റിൻ്റെ എല്ലാ കോർണേഴ്സിലേക്കും എല്ലാ എഡ്ജസിലേക്കും എത്തുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഫസ്റ്റ് ലെയർ എന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ UV ലാമ്പിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് 60 സെക്കൻഡ്സിലേക്ക് ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ 60 സെക്കൻഡ്സ് എന്നുള്ള ടൈമിംഗ് ഇതുപോലെ കുറഞ്ഞു വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും സെയിം മെത്തേഡൊന്നും ആയിരിക്കില്ല ഫോളോ ചെയ്യണത്. ഞാൻ എൻ്റെ രീതിയിലാണ് ഈ ഒരു മെത്തേഡൊക്കെ ട്രൈ ചെയ്യണത്. പലരും പല രീതിയിലായിരിക്കും ഇതുപോലെ ക്യൂർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ചെറിയൊരു കപ്പിലേക്ക് കുറച്ച് UV റേസിന് ഒഴിച്ചിട്ട് അതിലേക്ക് മൈക്ക പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഫസ്റ്റ് ലെയർ റിസിൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ വെക്കും, അതിൻ്റെ മുകളിൽ വീണ്ടും UV റേസിന് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ കുറച്ച് ഷോർട്സിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്രാവശ്യം ഓർത്തു കുറച്ചും കൂടിയും ഈ ഒരു പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് വേറെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ വൈറ്റ് മൈക്ക പൗഡറാണെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഈ ഒരു ഫസ്റ്റ് പെൻഡൻറ്റിലേക്ക് അത് കുറച്ച് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹാർട്ട് ഷേപ്പ് പെൻഡൻറ്റിലേക്ക് വേറൊരു കളർ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ UV റേസിന് എടുത്തിട്ട് അതിലേക്ക് ഒരു ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റാസ്ബെറി എന്നുള്ള കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഫുഡ് കളറൊക്കെ ആഡ് ചെയ്താൽ കറക്റ്റായിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കലാണ്. ഫസ്റ്റ് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ശരിയാവില്ലെന്നാണ് ഓർത്തത്. പക്ഷെ കുറേ നേരം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഫൈനലായിട്ട് നല്ലൊരു അടിപൊളി കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കളർ ഇതുപോലെ സ്റ്റിക്കിലേക്ക് എടുത്തിട്ട് നമ്മുടെ പെൻഡൻറ്റിലേക്ക് ചെറിയ ഡ്രോപ്പായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കളർ ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു സൈഡിൽ ജസ്റ്റ് ഒരു വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ നമ്മുടെ മൈക്ക പൗഡറിൻ്റെ ബാക്കി വന്ന കളറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഹാഫിലേക്ക് റെഡ് കളറും വേറെ ഹാഫിലേക്ക് വൈറ്റ് കളറും കൂടി ചെയ്യാമെന്നാണ് ഓർത്തത്. പിന്നെ വേണ്ട, രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പാറ്റേൺ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തതെങ്കിലും നമുക്ക് ഫൈനലൊക്കെ വേറെ രീതിയിലാണ് കിട്ടിയത്. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് പെൻഡൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്ലവറാണ് യൂസ് ചെയ്യണത്. അതിനായിട്ട് ഈ ഒരു പീച്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് സൈഡിലും ആ ടോപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് UV റേസിൻ്റെ ചെറിയൊരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള ചെറിയ ഗ്യാപ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഗോൾഡ് ഫ്ലേക്സും UV റേസിനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നമ്മുടെ ആ ചെറിയ ഗ്യാപ്പിലേക്ക് ഒന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ ആ ഒരു പാറ്റേൺ ഒക്കെ മാറി ഫുൾ റെഡ് കളർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു പെൻഡൻറ്റിലേക്ക് ഫുൾ ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് പെൻഡൻറ്റിലേക്ക് നമ്മുടെ പിങ്ക് മൈക്ക പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഫുൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും ഈ ഒരു പെൻഡൻറ്റിൻ്റെ എല്ലാ എഡ്ജസിലേക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴായിരിക്കില്ല നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് നോക്കുമ്പോഴായിരിക്കും അതിൽ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇനി ഞാൻ വീണ്ടും 60 സെക്കൻഡ്സ് ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയതിനു ശേഷം ഞാൻ അറ്റത്തുള്ള 2 പെൻഡൻറ്റിലേക്ക് 2 ഫ്ലവേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനലായിട്ട് കൊടുക്കുന്ന ഒരു ടോപ്പ് ലെയറിൻ്റെ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഓവർഫ്ലോ ആവാനും പാടില്ല
എന്നാൽ കുറയാനും പാടില്ല. നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ക്യൂർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് വീണ്ടും കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ UV റേസിന് കുറച്ച് ഓവർഫ്ലോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പെൻഡൻറ്റിലും ചെയ്യുന്നത്. ചെറിയൊരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ലൈറ്റർ അല്ലെങ്കിൽ ഫ്ലെയിമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ എയർ ബബിളൊക്കെ പോയിക്കോളും. ഞാനത് ഷോർട്സിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യണേന്ന്. പിന്നെ എനിക്ക് വന്നിട്ട് ഒരു കമൻറ്റ് ആയിരുന്നു, നമ്മളങ്ങനെ ലൈറ്ററൊക്കെ വെച്ച് അല്ലെങ്കിൽ ഫ്ലെയിം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് കമൻറ്റ്. ഏറ്റവും ടോപ്പ് ലെയർ ക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മിനിറ്റ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം 1 മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല എന്നൊക്കെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ 5 മിനിറ്റ്സ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അതൊരു നിർബന്ധം എന്നല്ല, നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണോ അങ്ങനെയൊക്കെ ചെയ്യുക. ഞാനിത് എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റെസിൻ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഫുൾ നമ്മുടെ തന്നെ ഡിസൈൻസിൽ നമ്മുടെ തന്നെ ഐഡിയാസിലൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പോലെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ എന്തും ചെയ്യാം. അങ്ങനെ എല്ലാ പെൻഡൻസും നമ്മൾ ക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഗ്ലോസി ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ ഹാർട്ട് ഷേപ്പിലെ പെൻഡൻറ്റിൻ്റെ കളേഴ്സ് മാറിയത് നിങ്ങൾ കണ്ടോ? നമ്മളിങ്ങനെയൊന്നല്ല ചെയ്ത് കൊടുത്തത്, പക്ഷേ ഫൈനലായിട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്തായാലും ആ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിൻട്രസ്റ്റ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഞാനതൊന്നും റെഫർ ചെയ്യാൻ വേണ്ടി പോയില്ല. ഞാനിത് എങ്ങനെ ചെയ്യണേന്നൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തെങ്കിലും ഡിസൈൻസും കാര്യങ്ങളൊക്കെ മൊത്തം എൻ്റെ ഐഡിയാസ് തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഈ 5 വർക്ക്സിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ഒരു കളർ എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്, പക്ഷെ ഫൈനലായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ ബാക്കിൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതും ഒരു ഗ്ലോസി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി UV റെസിൻ വർക്കൊക്കെ ചെയ്യാൻ വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് എപ്പോക്സി റെസിൻ വർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടൈം കുറവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. കാരണം നമ്മൾ UV റെസിൻ ലാമ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യൂർ ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ കേട്ടോ. കാരണം എപ്പോക്സി റെസിനേക്കാളും നല്ല രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് UV റെസിന്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻസ് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെയിൻസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. ഫസ്റ്റ് നമ്മൾ ഓരോ പെൻഡൻറ്റിലേക്കും ഈ ചെറിയൊരു സംഭവം കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയിൻസും കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള തൽക്കാലം ഈ ഒരു ചെയിനാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ സ്മോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ ചെയിൻസ് വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് അതിൻ്റെ കളറൊക്കെ ഫീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ മേടിച്ചാൽ കളേഴ്സ് ഒന്നും പെട്ടെന്ന് ഫീഡായി പോകില്ല. ഈ ഒരു ചെയിനിൻ്റെ ഏറ്റവും എൻഡിലേക്ക് നമ്മൾ ലോബ്സ്റ്റർ കീയും ജം റിങ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെയിൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയിൻസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പക്ഷെ മേടിക്കുമ്പോൾ നല്ലൊരു ചെയിൻസ് ഒക്കെ നോക്കിയിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക. ചെയിൻസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ചെറിയ നല്ലൊരു ചെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. 1mm 2mm സൈസിലൊക്കെ ചെറിയ ചെയിൻസ് ഒക്കെ കിട്ടും. അപ്പോൾ സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ചെയിൻസ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയിൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നത് റിയൽ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അതും പറയാം. ഇനി നമ്മൾ എപ്പോക്സി റെസിൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും കൂടി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.